ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിൻ്റെ കയ്യിൽ പ്രോട്ടോണിക്സിൻ്റെ ബീം 440 എന്ന് പറയുന്നൊരു കിടിലൻ പ്രൊജക്ടറാണ്. ഇതിന് മുമ്പ് നമ്മുടെ ചാനലിൽ 1500 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന പ്രൊജക്ടറിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ബ്രാൻഡോ കാര്യങ്ങളോ ഒന്നും എടുത്തു പറയാനില്ലാത്തൊരു മോഡലായിരുന്നു. അപ്പം അതിൻ്റെ താഴെ നമുക്ക് ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ലാത്തൊരു പ്രൊജക്ടർ 5000 രൂപയ്ക്കകത്ത് നമുക്ക് നോർമലി അത്യാവശ്യം തരക്കേടില്ലാത്തൊരു മോഡലിൻ്റെ വീഡിയോ ചെയ്യുമെന്ന് വെച്ചിട്ട്. അപ്പം ഞാൻ അങ്ങനെ ആ ഒരു പ്രൈസ് റേഞ്ച് ഫിൽറ്റർ ഇട്ട് തിരഞ്ഞ് കണ്ടുപിടിച്ചേക്കുന്ന ഒരു മോഡലാണ് ഈ പ്രോട്ടോണിക്സ് ബീം 440 എന്ന് പറയുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നു കുറച്ച് കാലമായി ഈ ഒരു പ്രൊഡക്റ്റ് ലോഞ്ചായിട്ട്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നോക്കിയ സമയത്ത് വേറൊരു മോഡലും കണ്ടില്ല. ഇത് വൈഫൈ കണക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നതിന് ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ടാക്കി ഞാൻ ഓപ്പൺ ചെയ്യുന്ന വഴിയെ പറഞ്ഞിട്ടാണ് വിചാരിക്കുന്നത്. ഏകദേശം ഇതിൻ്റെ ഒരു പ്രൈസ് ഓഫർ ടൈമിൽ നമുക്ക് 4500 രൂപ പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഈ സാധനം എടുക്കാൻ പറ്റും. 1 ഇയർ വാറണ്ടി വരുന്നുണ്ട്. പ്രോട്ടോണിക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ അത്യാവശ്യം തരക്കേടില്ലാണ്ട് പ്രൊഡക്റ്റും കാര്യങ്ങളും സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡാണ്. നിങ്ങൾക്ക് തന്നെ ഫ്ലിപ്പിലും ആമസോണിലൊക്കെ നോക്കിയാൽ ഇവരെ റിവ്യൂയും കാര്യങ്ങളും കണ്ടാൽ മനസ്സിലാവും. ഒരു ബോക്സിൻ്റെ അകത്തായിരുന്നു നമ്മുടെ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ബോക്സ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഏകദേശം കൈ പിടിക്കുന്ന ആ ഒരു സൈസ് വലുപ്പമുള്ളൂ. ഏകദേശം ടോർച്ച് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കാണുമ്പോൾ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ലാമ്പ് വരുന്നത്. ഇത് നമുക്ക് എവിടെയെങ്കിലും വെച്ചതിന് ശേഷം നമുക്കിങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. അതായത് പ്രോപ്പറായിട്ട് മേലെ എവിടെയെങ്കിലും സെറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത് എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കൊടുക്കുന്ന സമയത്തും അത് കറക്റ്റ് സ്ക്വയർ രീതിയിൽ സെറ്റ് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ പുറകിലോട്ട് വരുന്ന സമയത്ത് ഇതിൻ്റെ AC അഡാപ്റ്റർ കണക്ട് ചെയ്യാനുള്ള പോർട്ട് വരുന്നുണ്ട്. പുറകിലായിട്ട് ഇതിൻ്റെ ഈ ഹീറ്റും കാര്യങ്ങളും പുറത്ത് വരാനുള്ള ഒരു ഔട്ട് വരുന്നുണ്ട്. താഴെ USB കണക്ട് ചെയ്യാനുള്ള പോർട്ട് വരുന്നുണ്ട്. ഹെഡ്സെറ്റിൻ്റെ വരുന്നുണ്ട്. HDMI കേബിൾ കണക്ട് ചെയ്യാനുള്ളതുണ്ട്. പിന്നെ ഓൺ ഓഫ് ബട്ടൺ വരുന്നുണ്ട്. റിമോട്ട് ഉള്ളതുകൊണ്ട് ഈ ബട്ടൺസും കാര്യങ്ങളൊന്നും ഇവിടെ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. റിമോട്ട് തന്നെ മൊത്തം കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പുറത്ത് ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ ഇതിന് താഴെയായിട്ട് നമുക്ക് വാൾ മൗണ്ട് ഒക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ സൈഡിലായിട്ട് നമുക്ക് ഇതിൻ്റെ ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് പ്രോട്ടോണിക്സിൻ്റെ ലോഗോയും കാര്യങ്ങളും വരുന്നുണ്ട്. ബിൽഡ് ക്വാളിറ്റിനെ കുറിച്ച് പറയുമ്പോൾ വലിയൊരു ബിൽഡ് ക്വാളിറ്റി ഒന്നുമില്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണ്ട്. ഈ ഒരു സാധനം വല്ലാണ്ട് പിടിച്ച് കളിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഡാമേജ് ആയി പോകാനൊക്കെ ചാൻസസ് ഉണ്ട്. പക്ഷെ അധികം ഇതിൽ കളിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഇതിലോട്ട് വരുന്ന സമയത്ത് സിമ്പിളാണ്, നമുക്ക് ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ. പക്ഷേ ഇത് ഓൺ ആക്കിയതിൻ്റെ ശേഷം നമുക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി അതിൻ്റെ കൂടെ ഇങ്ങനത്തെ ഒരു ബോക്സ് വരുന്നുണ്ടായിരുന്നു. ബോക്സിൻ്റെ അകത്ത് റിമോട്ട് വരുന്നുണ്ട്. ഇത് മൊത്തം നമുക്ക് റിമോട്ട് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ യൂസർ മാനുവലും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ അതിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള AC അഡാപ്റ്റർ വരുന്നുണ്ട്. പിന്നെ വാറണ്ടി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ബാർകോഡും. ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. HDMI കേബിളോ കാര്യങ്ങളൊന്നും അവർ കൊടുത്തിട്ടില്ല. അതും കൂടെ ശരിക്കും കൊടുക്കാറുണ്ട്. പക്ഷെ അത് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നില്ല. റിമോട്ടിലോട്ട് വരുന്ന സമയത്ത് പവർ ഓൺ ചെയ്യാനുള്ള ബട്ടൺ വരുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ മോഡ് സെലക്ട് ചെയ്യാനുള്ളത്. നമ്മളൊരു സ്മാർട്ട് TV യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. ഏകദേശം ആ ഒരു സെറ്റപ്പ് പോലെയുള്ള റിമോട്ടും കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാനിനി ഇങ്ങനെ സംസാരിക്കുന്നതിനെക്കാട്ടി എനിക്ക് കുറച്ചും കൂടെ നല്ലത് എന്ന് തോന്നുന്നു ഇത് ഓൺ ആക്കിയിട്ട് ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഷെയർ ചെയ്യുന്നതായിരിക്കും. എൻ്റെ റൂമിൽ പ്യുവർ വൈറ്റ് ആയിട്ടൊരു ആളില്ല. അത് ഈ ഒരു മേലെ സീലിംഗ് മാത്രമല്ല. അതിൻ്റെ സാമ്പിൾ ഞാൻ അവസാനം കാണിച്ചത്. പക്ഷേ എനിക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്യേണ്ടതുള്ളതുകൊണ്ട് തൽക്കാലം ഞാൻ ഈ ഒരു ഭാഗത്തോട്ടാണ് പ്രൊജക്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പകൽ തന്നെ എനിക്ക് അത്യാവശ്യം ക്ലാരിറ്റി ഇതിനകത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി എന്തായാലും അതിനേക്കാളും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്തായാലും ഇതിലോട്ട് അടിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ഷെയർ ചെയ്യാം. അപ്പോൾ ഓൺ ആക്കുന്ന സമയത്ത് പ്രൊജക്ടറിൻ്റെ അകത്തുനിന്ന് വരുന്നൊരു വിഷ്വൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഞാനിപ്പോൾ ഈ ഒരു ചുമരുണ്ടല്ലോ, ഇത്രയല്ല ഇതിന് സൈസ് ഉണ്ടാവും. ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്കിത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഈ ഒരു ട്രൈപോഡിൻ്റെ മേലെ ഇത് സെറ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് മാത്രം സ്ക്രീൻ ഇങ്ങനെ കുറച്ച് വെച്ചേക്കുന്നതാണ്. ഞങ്ങൾക്ക് ഫുള്ളായിട്ട് വേണമെങ്കിൽ ഒരു വിഷ്വലും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. കുറച്ച് സൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ്, അതുപോലെ ഹോട്ട്സ്റ്റാർ, ജിയോ, ക്രോം, അങ്ങനെ കുറച്ച് ആപ്ലിക്കേഷൻസ് ഇതിൽ ആദ്യം അവർ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. അത് കൂടാതെ നമുക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ആപ്പ് സ്റ്റോർ വരുന്നുണ്ട്. നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. പിന്നെ HDMI ആണ് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്താൽ മതി. HDMIയിലോട്ട് പോകും. പിന്നെ അത് ആപ്ലിക്കേഷൻസ് എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഫോണായിട്ട് ഡയറക്റ്റ് നമുക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഓപ്ഷൻസും കാര്യങ്ങളും വരുന്നുണ്ട്. കാൽക്കുലേറ്റർ ഉണ്ട്, ആപ്പ് സ്റ്റോർ, അതുപോലെ മ്യൂസിക്, പ്ലേ സ്റ്റോർ, യൂട്യൂബ്, ഇത്രയും ആപ്ലിക്കേഷൻസ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇനി സെറ്റിങ്സിലോട്ട് പോകുന്ന സമയത്ത് ഇതിൻ്റെ നെറ്റ്വർക്ക് സെറ്റിങ്സ് ആണ്. ഇത് വൈഫൈ ഉപയോഗിച്ച് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ വീട്ടിലെ വൈഫൈ ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബ്ലൂടൂത്ത് ഉണ്ട്. ബ്ലൂടൂത്ത് വേർഷൻ 5.0 ആണ് തോന്നുന്നു. കുറച്ച് പഴയ മോഡലാണ്. അതും ഞാൻ ഓൾറെഡി എൻ്റെ വീട്ടിലെ സബ്ബായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ലാംഗ്വേജ്, അതുപോലെ അതർ സെറ്റിങ്സ്. ഇതിനകത്ത് പോകുമ്പോഴാണ് നമ്മുടെ ഈ ഫാക്ടറി ഡാറ്റ റീസെറ്റും ആപ്ലിക്കേഷൻസിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അത് നമുക്ക് ആവശ്യമില്ല. ഇത് കുറച്ചും കൂടെ നമുക്ക് യൂസ്ഫുൾ ആവുന്നു. പ്രൊജക്ഷൻ സെറ്റിംഗ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് സ്ക്രീനിൻ്റെ സൂമും കാര്യങ്ങളും നമുക്കിത് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. ജസ്റ്റ് ഒരു സാമ്പിൾ കാണിച്ചു തരാം. അത് നമ്മളിപ്പോൾ മേലെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിനനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെയാണോ വേണ്ടതെന്ന് വെച്ചാൽ ഈ നേരെ പോയിട്ട് തൊടാണ്ട് നമുക്ക് ഈ റിമോട്ട് ഉപയോഗിച്ച് തന്നെ കുറേ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ മാക്സിമം സൂമിൽ തന്നെയാണ് പ്ലേ ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് പോകുന്ന സമയത്ത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ചിലപ്പോൾ തല കുത്തനെയാണ് നമ്മൾ ഈ ഒരു സാധനം സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തല കുത്തനും ഒക്കെ സെറ്റായി നിന്നോളും. ജസ്റ്റ് അങ്ങനെ കൊടുക്കാം. പിന്നെ ഈ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഓട്ടോയിലാണ് ഉണ്ടാവുക. നമുക്ക് ഓട്ടോ തന്നെ വെക്കുന്നതാണ് നല്ല. ഈ ഓട്ടോമാറ്റിക് മോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഈ സാധനം എങ്ങനെ വെച്ചാലും ഇതിൻ്റെ ഒരു സ്ക്രീനിൻ്റെ സൈസ് ഉണ്ടല്ലോ, അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കറക്റ്റ് ചെയ്തോളും. അതാണ് ഈ ഓട്ടോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഓട്ടോയിൽ നിൽക്കുന്നതിനെയാണ് നല്ലത്.
പിന്നെ ഓഡിയോ സെറ്റിങ്സ് വരുന്നുണ്ട്, ഡേറ്റ് ആൻഡ് ടൈം, ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഇതിനകത്ത് നമുക്ക് 8 GB ഇൻറ്റേർണൽ സ്റ്റോറേജ് വരുന്നുണ്ട്, അതിൽ ഏകദേശം 4 GB ഫ്രീ സ്പേസ് വരുന്നുണ്ട്. ആൻഡ്രോയിഡിൻ്റെ വേർഷൻ 11 ആണ് വരുന്നത്. അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. അപ്പോൾ ആമസോൺ പ്രൈമും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റും. ജിയോ ഹോട്ട്സ്റ്റാറും കാര്യങ്ങളും നെറ്റ്ഫ്ലിക്സും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ യൂട്യൂബിൻ്റെ അകത്ത് കയറിയിട്ട് ജസ്റ്റ് എന്തെങ്കിലും സാമ്പിൾസ് കാണിക്കാനായിരിക്കുന്നു. ഇതിൻ്റെ മേലെ ഇതിൻ്റെ ടൈമും കാര്യങ്ങളും കാണിക്കുന്നത് 2 മണി AM ആണ്. ഞാൻ ഈ സമയത്ത് തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. സമയം അവിടെ കാണിക്കുന്നുണ്ട്. മേലെ ബ്ലൂടൂത്തിൻ്റെയും വൈഫൈയുടെ റേഞ്ചും ബ്ലൂടൂത്ത് കണക്ഷൻസും ഇതിൻ്റെ നെറ്റ്വർക്കിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ മേലെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. യൂട്യൂബ് കയറിയിട്ട് ഏതെങ്കിലും ഒരു പാട്ടോ കാര്യങ്ങളോ പ്ലേ ചെയ്ത് നോക്കാം. ഇനി സാധാരണ ഞാൻ ഇതിൻ്റെ മുമ്പിട്ട വീഡിയോസിനൊക്കെ എനിക്ക് കോപ്പിറൈറ്റ് നല്ലോണം കിട്ടിയിട്ടുണ്ടായിരുന്നു മ്യൂസിക് യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ആ സാമ്പിൾസ് എൻ്റെ കയ്യിൽ കിട്ടാണ്ട് പോയി. ഇപ്പോൾ ഞാൻ എൻ്റെ ചാനൽ തന്നെ ഇവിടെ സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാകുമ്പോൾ എനിക്ക് കോപ്പിറൈറ്റ് തരാൻ ആരുമില്ലല്ലോ. ഇതിനകത്ത് ഞാൻ 4K അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പം അത് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ 4K അന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിലോട്ട് വരുമ്പോൾ 720p ആണ് ഇത് മാക്സിമം ഔട്ട്പുട്ട് വരുന്നത്. പക്ഷേ അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് 2000 ലൂംസ് ആയിട്ടും ഇതിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. എനിക്ക് കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവുന്നുണ്ടായിരിക്കും. നല്ല ക്ലാരിറ്റി തന്നെ ഉണ്ട് ഇതിൻ്റെ അകത്തുനിന്ന്. ഈ 4500 രൂപ 5000 പ്രൈസ് റേഞ്ചിൻ്റെ അകത്ത് ഈ ഒരു ക്വാളിറ്റിയൊക്കെ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ അത്യാവശ്യം വലിയ കിട്ടലാണ്. ഇതിൻ്റെ 1 ഇയർ വാറണ്ടിയും കാര്യങ്ങളും ഇവർ കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു വീഡിയോ കൂടെ 4K ആയിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ വല്ല പാട്ടും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. പക്ഷേ നമ്മളിത് പ്രൊജക്റ്റ് ചെയ്യുന്നത് ഈ സൈഡ് കാണുന്ന ഒരു പിങ്ക് പോലത്തെ ചുമരിലോട്ടാണ്, പ്യുവർ വൈറ്റിലോട്ടല്ല. എന്നിട്ടാണ് ഈ ക്ലാരിറ്റി എന്നുള്ളതും കൂടെ നിങ്ങൾ ആലോചിക്കണം. അതായത് ഇതൊക്കെ ഇതിൻ്റെ ഒരു സ്ക്രീനിലോട്ടോ അല്ലെങ്കിൽ കറക്റ്റായിട്ടൊരു വൈറ്റ് പ്രതലത്തിലോട്ടാണ് ഞാൻ ഈ അടിക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എനിക്ക് ക്ലാരിറ്റി ഇതിൻ്റെ അകത്ത് കിട്ടേണ്ടതാണ്. ഈ ഒരു പിങ്കിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു ക്ലാരിറ്റി വരുന്നുണ്ട്. അത് മാത്രമല്ല അവിടെ സൈഡിലോട്ട് നോക്കി നിങ്ങൾക്ക് കാണാൻ ഡ്രസ്സ് ഇടുന്ന സാധനമായിട്ട് കൈയൊക്കെ വരുന്നുണ്ട്. ആ ഒരു വാളിലോട്ട് അടിക്കുമ്പോൾ തന്നെ ഇത്രയും ക്ലാരിറ്റി ഇതിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഞാൻ ഏതെങ്കിലും ഒരു മ്യൂസിക് പ്ലേ ചെയ്യാം. ഇനിയിപ്പോൾ കോപ്പിറൈറ്റ് കിട്ടിയാലും അതങ്ങ് പോയാലും നിങ്ങൾക്ക് സാമ്പിൾ കാണിച്ചു തരാനൊരു സാധനം ഇട്ടല്ലോ എന്നൊരു സമാധാനമുണ്ട്. സുമതി വളവിൻ്റെ ഒരു ടീസറാണ് ഇത്. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. കോപ്പിറൈറ്റ് കിട്ടുമോ ഇല്ല എന്നൊന്നും അറിയില്ല. അപ്പോൾ ഏകദേശം ഒരു തിയേറ്ററിൽ ഇരുന്ന് സിനിമ കാണുന്ന എക്സ്പീരിയൻസും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഞാൻ ഈ 5.1 ആണ് കണക്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം സറൗണ്ടും കാര്യങ്ങളും എനിക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്നുണ്ട്. ഇനി ഏത് സാമ്പിൾ കാണിക്കും? ഞാൻ റൂമിലെ ലൈറ്റ് ഓൺ ആക്കിയിട്ടാണ് ഈ ഒരു വിഷ്വൽ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടായിരിക്കും ഇതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ. എന്നിട്ട് അത്യാവശ്യം കാണുന്നുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ചുമരിൻ്റെ കളർ എന്ന് പറയുന്നത്. ഇതിലോട്ടാണ് ഞാൻ ഈ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്യുവർ വൈറ്റിലോട്ടാണ് ശരിക്കും ചെയ്യേണ്ടത്. പക്ഷേ എൻ്റെ കയ്യിൽ ഈ ഒരു ഓപ്ഷൻ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ തൽക്കാലം ഇതിലോട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ റൂമിലെ സീലിംഗ് ആണ്. ഈ ഒരു വലിയൊരു സ്പേസിലോട്ട് അടിക്കുന്ന സമയത്തും ഇത്രയും ക്ലാരിറ്റി ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. ഇവിടെ മാത്രം നമുക്ക് പ്യുവർ വൈറ്റ് ആയിട്ടുള്ളത് വരുന്നത്. അപ്പോൾ ഇന്ന് കിട്ടുന്ന ഒരു ക്ലാരിറ്റി എന്ന് വെച്ചാൽ ഇതാണ്. 720p ആണ് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് വരുന്നത്. പക്ഷേ നമുക്ക് ഇത്രയും ക്ലാരിറ്റി ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. നിങ്ങൾ ഈ സാമ്പിളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ വീഡിയോസിനകത്ത് ഞാൻ ഇതുപോലെ 2-3 സാമ്പിൾസ് എടുത്തപ്പം എനിക്ക് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ കിട്ടിയിട്ട് കുറേ എണ്ണം അങ്ങനെ യൂട്യൂബ് തന്നെ അടിച്ച് മാറ്റി കൊണ്ടുപോയി. എനിക്ക് മൊത്തമായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്രാവശ്യം എത്ര എണ്ണം പോകുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. ഇങ്ങനെയുണ്ട് ഇതിൻ്റെ ക്ലാരിറ്റി എന്നുള്ള ഏകദേശം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുന്ന വിചാരിക്കുന്നു. പക്ഷേ ഈ പ്രൈസ് റേഞ്ചിൻ്റെ അകത്ത്, അതായത് ഈ 4500 രൂപ 5000 രൂപയ്ക്ക് അകത്ത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന കിഡിലൻ പ്രൊജക്ടർ തന്നെയാണ് ഈ ഒരു പ്രോട്ടോണിക്സിൻ്റെ എന്ന് പറയുന്നത്. ഇനി എനിക്ക് കുറച്ചും കൂടി പൈസ ആഡ് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ ഇവരത് തന്നെ ഒരു 8000
9,000 ആ ഒരു റേഞ്ചിലോട്ട് വരുന്ന സമയത്ത് 4,000 ലൂംസും കാര്യങ്ങളൊക്കെ വരുന്ന പ്രൊജക്ടേഴ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ ഈ പ്രൈസ് റേഞ്ചും കൂടി നോക്കുന്ന സമയത്ത് ഇത് കുഴപ്പമില്ലാത്തൊരു മോഡലാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും എടുത്തിട്ട് ഒരു സിനിമ കാണാനും ഫാമിലിക്കായിട്ടൊരു സിനിമ കാണാനും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇതെന്നെ ധാരാളമാണെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ക്ലാരിറ്റി നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇത് എടുക്കുന്ന സമയത്ത് ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു ക്വാളിറ്റി എനിക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുതന്നെയാണ് നിങ്ങളിപ്പോൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നോക്കിയിട്ട് എടുക്കാം. 1 ഇയർ വാറണ്ടിയും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അടുത്തുള്ള വീഡിയോ ആയിട്ടാണ് വരെ. ബൈ.